ഹായ്. അപ്പോൾ ഇന്നൊരു വിശേഷം കേട്ടോ. വിശേഷം എന്ന് വെച്ചാൽ നവരാത്രി ഒക്കെ അല്ലേ. അപ്പോൾ ഈ നവരാത്രി ആരംഭത്തോടനുബന്ധിച്ചിട്ടേ ബൊമ്മക്കൊലു ഒക്കെ ഒരുക്കുമല്ലോ വീട്ടിൽ. അങ്ങനെ ഈ ബൊമ്മക്കൊലു ഒരുക്കുമ്പോൾ ഒരുപാട് ബൊമ്മകളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് കാണാൻ നല്ല രസമല്ലേ. അപ്പോൾ എനിക്ക് ഈ ബൊമ്മകൾ ഉണ്ടാക്കാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ബൊമ്മക്കൊലൊന്നും വെക്കില്ല, അത് ഈ ബ്രാഹ്മണർ വെക്കുന്നതല്ലേ, നമ്മളിപ്പോൾ സാധാ ആളുകളല്ലേ. അപ്പോൾ ഈ ബൊമ്മക്കൊലു വെക്കുമ്പോൾ അതിലുള്ള ഓരോ ബൊമ്മകളുണ്ടല്ലോ, അങ്ങനെ എനിക്ക് ബൊമ്മകൾ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ വലുതൊന്നും ഉണ്ടാക്കാറില്ല. പക്ഷെ എനിക്ക് ഇഷ്ടമായത് കൊണ്ട് തന്നെ ഞാൻ ഈ കളിമണ്ണൊക്കെ എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഓരോരോ ബൊമ്മകൾ ഉണ്ടാക്കും കേട്ടോ. അപ്പം അങ്ങനെ എനിക്കിപ്പോൾ ഈ നവരാത്രിക്ക് ഇനി ബൊമ്മ ഉണ്ടാക്കിയാലോ എന്നിങ്ങനെ തോന്നും കേട്ടോ. അപ്പം നോക്കുമ്പോൾ കളിമണ്ണ് എൻ്റെ കയ്യിലില്ല. അപ്പം ഞാൻ എന്ത് പണിയതെന്ന് അറിയാം, നമ്മുടെ ഈ വീടിൻ്റെ പരിസരത്തൊക്കെ ഇങ്ങനെ കാണല്ലോ ഒരു സൈസ് പുറ്റുമണ്ണ്. അപ്പം ഈ പുറ്റുമണ്ണ് ഇത് ഉണ്ടാവും, ഇങ്ങനത്തെ പുറ്റുമണ്ണ് കേട്ടോ. ഈ പിന്നെ എന്താ വീടിൻ്റെ സൈസിൽ പറമ്പിലും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കാണാലോ ചെറിയ ചെറിയ ഇത് പൊന്തിയിട്ടുള്ള പുറ്റുമണ്ണ്, അതാണ് കേട്ടോ ഇത്. അപ്പോൾ അതിങ്ങനെ വെള്ളം തൊട്ടിട്ടുണ്ടെങ്കിൽ നൈസാവും. നമ്മളെ മറ്റേ കളിമണ്ണ് പോലെ തന്നെ ഉണ്ടാവും, പക്ഷെ അത്ര മിനുസ് അങ്ങോട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഈ മണ്ണ് വെച്ചിട്ടാണ് ഇപ്പോൾ ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ മുറത്തിൽ വെച്ചിട്ടാട്ടോ ഉണ്ടാക്കിയത്. ഇതൊക്കെ ഈ മുറത്തിലാട്ടോ വെച്ചുണ്ടാക്കിയിട്ടുള്ളത്, അതാണ് ഈ മുറത്തിലിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കിയത് ഇതാണ് കേട്ടോ. ഇതൊരു മുത്തശ്ശി. അപ്പോൾ ഇത് മുറത്തിൽ വെച്ചിട്ടുണ്ടാക്കിയപ്പോഴേ എനിക്കിതിനെ മുത്തശ്ശീനെ മുറത്തമ്മ എന്നാണോ പറയാൻ ഇഷ്ടം. ഇതൊരു മുറത്തമ്മയാണ്. അപ്പോൾ അങ്ങനെ അതുണ്ടാക്കി. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് ഇതാണ് നമ്മുടെ ബുദ്ധൻ, സിദ്ധാർത്ഥ ബുദ്ധൻ. ഈ ബുദ്ധൻ്റെ ഒരുപാട് കഥകളുണ്ടല്ലോ. എനിക്ക് ബുദ്ധനെ ഭയങ്കര ഇഷ്ടമാട്ടോ. എവിടുന്ന് ഞാൻ ഒരു ബുദ്ധനെ വാങ്ങണമെന്ന് വിചാരിക്കും, പക്ഷെ ഇതുവരെ എനിക്ക് വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ എനിക്ക് ശ്രീകൃഷ്ണനെ വാങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു കണ്ണനെ വാങ്ങാൻ വെച്ചിട്ട് അങ്ങനെ ഞാൻ കുറേ കാലം ആഗ്രഹിച്ചിട്ടേ ഞാൻ തന്നെ ആദ്യം ഒരു കണ്ണനെ ഉണ്ടാക്കിട്ടോ. അങ്ങനെയാണ് എൻ്റെ ചരിത്രം. ഞാൻ തന്നെ കളിമണ്ണ് കുഴച്ചിട്ട്, ഈ മണ്ണല്ല ശരിക്കും ഒറിജിനൽ കളിമണ്ണ് കുഴച്ചിട്ട് ഞാൻ അതുകൊണ്ട് ഒരു കൃഷ്ണനെ ഉണ്ടാക്കിയിരുന്നു. ആ കൃഷ്ണൻ്റെ കാര്യങ്ങൾ പറയാനായിട്ട് ഒരുപാടുണ്ട്. അത് ഞാൻ തന്നെ ഉണ്ടാക്കിയ കാരണം കൊണ്ട് അതിൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതല്ല ഇത്. അങ്ങനെ എനിക്കിപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇത് വാങ്ങാൻ കൊതിച്ചിട്ട് ഇപ്പോൾ ഞാൻ തന്നെ ഈ ബുദ്ധനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അത് രണ്ടാമത് ഉണ്ടാക്കി. പിന്നെ ഇത് വെറുതെ ഞാനൊരു ഉണ്ണിക്കണ്ണൻ ഉണ്ടാക്കിയത് കേട്ടോ. മുട്ട് കുത്തണ ഉണ്ണിക്കണ്ണൻ. ഇതിപ്പോൾ ഉണ്ടാക്കി വന്ന് നോക്കുമ്പോൾ ഒരു പൂച്ചക്കുട്ടി പോലെ തോന്നുന്നുണ്ടോ. ഇത് കണ്ടോ, ഒരു മുട്ടുകുത്തണ ഉണ്ണിക്കണ്ണൻ. ഇതൊക്കെ ഇങ്ങനെ ഒരു പെയിൻ്റൊക്കെ വെറുതെ ഒരു പെയിൻ്റ് അടിച്ച് വെച്ചതാട്ടോ. നല്ല മിൻസ് അത്രയ്ക്ക് ഇല്ല, പക്ഷെ എന്നാലും ഒക്കെ ഇങ്ങനെ കാണാൻ വെച്ചിട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ ഇതൊക്കെ ഉണക്കാൻ വെക്കണം, ഉണക്കായിട്ടില്ല. പിന്നെ ഞാൻ ഇതൊരു കൃഷ്ണനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കൃഷ്ണന് ഇതേപോലെ ഉണ്ടോ, നല്ല നൈസ് മണ്ണാണെങ്കിൽ നല്ല ലുക്കായി കിട്ടും. ഇതുണ്ടോ, ഉണങ്ങിയപ്പോൾ മുഖം കുറച്ച് ചപ്പിട്ടാവും. പക്ഷെ എന്നാലും ഇത് ഉണ്ടാക്കാൻ എൻ്റെ കയ്യിൽ ഒരുവിധ സാധനങ്ങളും ഇല്ല കേട്ടോ. വെറുതെ ഞാൻ ഇതിങ്ങനെ കുഴച്ച് കൈകൊണ്ട് എടുത്ത് വെച്ചിട്ട് ഉണ്ടാക്കിയ ആകൃതിയാണിത്. ഇത് ഈ മാലകൾ, ആടകൾ, എല്ലാ സംഭവവും ഇത് വെറുതെ കൈകൊണ്ട് മാത്രം ചെയ്തതാണ്. അങ്ങനെ എൻ്റെ അടുത്ത് അതിൻ്റെ ഒരു സാധനങ്ങളും ഇല്ലാതെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ലുക്കാട്ടോ ഇത്. ഫൈനലായിട്ടുള്ള പെയിൻ്റ് അടി കഴിഞ്ഞിട്ടില്ല. അത് വെറുതെ ഞാൻ വേഗം ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് കയ്യിലുള്ള നമ്മളെ ഈ ടൈലിനൊക്കെ ഇടുന്ന ഒരു പൊടിയില്ലേ, അത് വെച്ച് ഇങ്ങനെ വെറുതെ തേച്ചിട്ടതാട്ടോ. വേഗം ഉണങ്ങിക്കോളും. ഇതും അതേപോലെ കേട്ടോ. ഓരോ പെയിൻറ്റ് ഇവിടെ ഉള്ളതൊക്കെ എടുത്തിട്ട് ഇത് മടിച്ച് വെച്ചതാണ്. മിനുസുള്ള പെയിൻ്റ് അല്ല, അതൊക്കെ കളറാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ബൊമ്മക്കോല് ഒരുക്കിയിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ നമ്മൾ പൂജയ്ക്കും വെച്ചിട്ടുണ്ട് ബുക്കും കാര്യങ്ങളൊക്കെ. വീട്ടിലുള്ള ബുക്കുകൾ, ഞാൻ നാമം ചെല്ലുന്ന ബുക്കുകളൊക്കെ എടുത്തിട്ട് പൂജയ്ക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് പൂജയ്ക്ക് വെക്കുന്ന അവിടെ വെക്കാനായിരുന്നു കേട്ടോ ഇഷ്ടം. പക്ഷെ ഞാൻ ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഭയങ്കര മഴ, ഒരാഴ്ച നിൽക്കാതെയുള്ള മഴയായിരുന്നു. അപ്പോൾ ഇതൊന്നും ഉണങ്ങിയില്ല, ഇതൊക്കെ ഇപ്പോൾ തണുത്തിരിക്കുക. അപ്പോൾ അതിന് പെയിൻ്റ് അടി നടന്നിട്ടില്ല, ഉണക്കവും കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇപ്പോൾ ഇത് വെക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതുപോലത്തെ മണ്ണ് എനിക്ക് നല്ല കളിമണ്ണ് കിട്ടുകയാണെങ്കിൽ ഇതിൽ നല്ല നേക്കായിട്ട് നല്ല ഭംഗിയിൽ ഉണ്ടാക്കാൻ കഴിയും. പക്ഷെ എന്നാലും മണ്ണില്ലെങ്കിലും എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം തന്നെ തോന്നും കേട്ടോ. അപ്പോൾ ഈ മാസത്തിൽ ഉണ്ടാക്കണം നല്ലതല്ലേ. അപ്പോൾ എനിക്ക് അതൊന്നും നോക്കിയിട്ടല്ല കേട്ടോ, അതൊന്നും അറിഞ്ഞുകൊണ്ടല്ല ഞാൻ ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ ഉണ്ടാക്കുമ്പോഴാണ് നവരാത്രി ആണല്ലോ എന്നുള്ള ഓർമ്മ ഇങ്ങനെ വന്നത്. അപ്പോൾ അതൊരു നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ എൻ്റെ ബൊമ്മക്കോല് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി എനിക്ക് തുഞ്ചത്ത് പോകാനുണ്ട്, അവിടെ കവിയരങ്ങുണ്ട്. അപ്പോൾ അതിനൊന്ന് പങ്കെടുക്കാനും ഉണ്ട്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ബൊമ്മക്കോല് നിർമ്മാണം എങ്ങനെയുണ്ട് കൂട്ടുകാരെ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.